തെക്കൻ ലബനനിൽ നെതന്യാഹുവിന്റെ താണ്ഡവം. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ നിർണായക ആക്രമണത്തിൽ 7 ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. വെള്ളിയാഴ്ച നടന്ന സൈനിക നടപടിയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന സംഘത്തെയാണ് ഇസ്രായേൽ വധിച്ചത്. തെക്കൻ ലബനനിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ നിർണായക ആക്രമണത്തിൽ 7 ഹിസ്ബുള്ള ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സൈനിക നടപടിയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന സംഘത്തെയാണ് ഇസ്രായേൽ വധിച്ചത്. മേഖലയിലെ സുരക്ഷാ മേഖലയ്ക്ക് സമീപം ആയുധങ്ങൾ കടത്തുന്നതിനിടെയാണ് ഈ ആക്രമണമുണ്ടായത്. അൽമൻസാല പ്രദേശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് ആയുധങ്ങൾ മാറ്റുന്നതിനിടയിലാണ് ഹിസ്ബുള്ള അംഗങ്ങളെ സൈന്യം ലക്ഷ്യമിട്ടത്. ഇസ്രായേൽ സൈനികരെ നിരീക്ഷിക്കുന്നതിനും അവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു നിരീക്ഷണ കേന്ദ്രമായും യുദ്ധതാവളമായും ഹിസ്ബുള്ള ഈ കെട്ടിടം ഉപയോഗിച്ചു വരികയായിരുന്നു. കെട്ടിടത്തിലെ ആയുധ ശേഖരവും ഭീകരരുടെ സാന്നിധ്യവും തങ്ങളുടെ സൈനികർക്ക് കടുത്ത ഭീഷണിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ കേന്ദ്രം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്ത ഈ ഭീഷണിയെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാൻ IDF തീരുമാനിക്കുകയായിരുന്നു. കൃത്യമായ ഇടപെടലിലൂടെ 7 ഭീകരരെയും സൈന്യം വധിച്ചു. തെക്കൻ ലബനനിലെ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിലാണ് ഇത്തരമൊരു നിർണായക നടപടി. അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും ഭീകരവാദികളുടെ ഏത് നീക്കവും തകർക്കാൻ തങ്ങൾ സജ്ജമാണെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. മേഖലയിലെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രതയിലാണ് ഇരുവിഭാഗവും. ഏതായാലും ഇസ്രായേലിന്റെ ഈ സൈനിക മുന്നേറ്റം മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.